നമ്മൾ നേരത്തെ ചെയ്തിരുന്ന ഈ ഒരു കുർത്തി ഉണ്ടല്ലോ, ഇതിൻ്റെ ദുപ്പട്ട മേക്കിംഗ് ആണ് കേട്ടോ കാണിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ അതിൻ്റെ മെറ്റീരിയലാണിത്, ദുപ്പട്ട ചെയ്യാനുള്ള മെറ്റീരിയൽ. പിന്നെ അതിന് നമ്മൾ വർക്ക് ചെയ്യാനായിട്ട് സീക്വൻസും ഈ ഒരു കട്ട് ബീഡും തന്നെയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതെങ്ങനെയാണെന്ന് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ടാണ് കേട്ടോ കാണിക്കുന്നത്. ഞാനിവിടെ ചെയ്യുന്നത് റൗണ്ട് ഫ്രെയിമിലാണ്. ക്ലോത്ത് ഫുള്ളായിട്ടൊന്ന് ഓപ്പൺ ആക്കുവാണ്. സാധാരണ നമുക്കൊരു ദുപ്പട്ടയുടെ വീതി എന്ന് പറയുന്നത് 35 ഇഞ്ചൊക്കെയാണ്. അപ്പോൾ ഈ ക്ലോത്ത് ആണെങ്കിൽ 40 ഇഞ്ചും ഉണ്ട്. അപ്പോൾ 35 ഇഞ്ചൊക്കെയാണ് നിങ്ങൾ എടുക്കാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ നമുക്കിത് ഈ ഒരു ഭാഗം ഉണ്ടല്ലോ, ഇവിടുന്ന് ഇങ്ങോട്ട് ഒരു 35 ഇഞ്ച് മാർക്ക് ചെയ്യുക. എന്നിട്ട് അവിടെ ഒരു ലൈൻ വരയ്ക്കുക. എന്നിട്ട് അതിൻ്റെ ഉള്ളിൽ വേണം വർക്ക് ചെയ്ത് കൊടുക്കാനായിട്ട്. ഇത് ഈ ഒരു രീതിയിൽ 35 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കണം. എന്നിട്ടാണ് ചെയ്യേണ്ടത് കേട്ടോ. പക്ഷേ എൻ്റെ കസ്റ്റമർ പറഞ്ഞ് 30 ഇഞ്ച് മതി എന്നാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഇങ്ങനെയാണ് ചെയ്യാൻ പോകുന്നത്. ഇവിടുന്ന് ഒരു 5 ഇഞ്ച് മാർക്ക് ചെയ്യുക. എന്നിട്ട് ഈ ഒരു ഭാഗം ഉണ്ടല്ലോ, ഇവിടുന്ന് ഒരു 5 ഇഞ്ച് അകത്തേക്ക് മാർക്ക് ചെയ്തിട്ട് അതിൻ്റെ ഉള്ളിൽ ലൈൻ വരച്ചിട്ടാണ് ഞാൻ ചെയ്യാനായിട്ട് പോകുന്നത്. അത് കറക്റ്റായിട്ട് തന്നെ ഞാനിപ്പോൾ കാണിക്കുന്നുണ്ട്. ഇതുപോലെ പിടിച്ചിട്ട് ഇവിടുന്ന് 5 ഇഞ്ച് മാർക്ക് ചെയ്യുക. എന്നിട്ട് ഇതുപോലെ തന്നെ താഴെ വരെ മാർക്ക് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് വേണം സ്ട്രെയിറ്റ് ലൈനൊക്കെ വരച്ച് കൊടുക്കാനായിട്ട്. ഈ ഒരു രീതിയിൽ മാർക്ക് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് എക്സ്ട്രാ ക്ലോത്ത് ഒന്നും ആഡ് ചെയ്യേണ്ടതായിട്ട് വരുന്നില്ല. അപ്പോൾ സാധാരണ നമ്മൾ എക്സ്ട്രാ ക്ലോത്ത് ഒരു വശത്ത് ആഡ് ചെയ്തിട്ടാണ്, ഒരു വശത്ത് ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല, പക്ഷേ ഒരു വശത്ത് എക്സ്ട്രാ ക്ലോത്ത് ആഡ് ചെയ്തിട്ടാണ് നമ്മൾ വർക്കൊക്കെ ചെയ്യാറുള്ളത്. ഇതാണെങ്കിൽ 30 ഇഞ്ച് മതി, ക്ലോത്ത് ആണെങ്കിൽ 40 ഇഞ്ചും ഉണ്ടായിരുന്നു. അപ്പോൾ രണ്ട് വശത്ത് 5 ഇഞ്ച് വെച്ചിട്ട് മാറ്റിയപ്പം നമുക്കതിൻ്റെ ഉള്ളിലായിട്ട് തന്നെ വർക്ക് ചെയ്യാനായിട്ട് പറ്റുന്നതാണ്. ഇനി ഞാൻ ഇതിൻ്റെ അടിയിലോട്ട് ഫ്രെയിം ഒന്ന് വെച്ച് കൊടുക്കുകയാണ്. അപ്പോൾ റൗണ്ട് ഫ്രെയിമാണ് ആദ്യം അടിയിൽ വെച്ച് കൊടുത്ത്, എന്നിട്ട് ക്ലോത്ത് വെച്ചു. ഇനി ആ സ്ക്രൂ ഉള്ള പോർഷൻ ഉണ്ടല്ലോ, അത് ഇതുപോലെ ജസ്റ്റ് വെച്ചിട്ട് ഒന്ന് ടൈറ്റ് ചെയ്യുക. ടൈറ്റ് ചെയ്തിട്ട് ഇത് കുറച്ച് ഷ്രിങ്കിങ് ആയിട്ടുള്ള മെറ്റീരിയലായിരുന്നു, അപ്പം കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു വലിച്ചെടുക്കാനായിട്ടൊക്കെ. അപ്പോൾ ഇതുപോലെ നന്നായിട്ട് ക്ലോത്ത് വലിച്ച് വെച്ചിട്ട് വേണം നമുക്ക് വർക്ക് ചെയ്ത് കൊടുക്കാനായിട്ട്. അപ്പോൾ കുറച്ചായിട്ട് മെറ്റീരിയൽ ഇതുപോലെ വലിച്ചിട്ട് വേണം സ്ക്രൂ വെച്ചിട്ട് മുറുക്കി കൊടുക്കാനായിട്ട്. ഇനി ഫ്ലവറിന് നടുക്ക് നമ്മളൊരു ക്ലിപ്പ് സ്റ്റോൺ ആഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ആദ്യം ഒരു സ്റ്റിച്ച് എടുത്ത് എന്നിട്ട് ഒരു ലോക്ക് സ്റ്റിച്ച് ഇട്ട ശേഷമാണ് ക്ലിപ്പ് സ്റ്റോൺ ആഡ് ചെയ്തു എന്നിട്ടൊന്ന് ലോക്ക് ചെയ്തെടുക്കുവാണ്. ഒരു പ്രാവശ്യം കൂടെ ഞാൻ ചെയ്യുന്നുണ്ട് കേട്ടോ, അല്ലെങ്കിൽ സ്റ്റോണിന് കുറച്ച് വെയിറ്റ് ഉള്ളതുകൊണ്ട് അത് ഇളകിപ്പോകാൻ ചാൻസസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഒന്നും കൂടെ ലോക്ക് ചെയ്ത് കൊടുക്കുന്നത്. പിന്നെ ഞാൻ ഡിസൈൻ വരയ്ക്കാനായിട്ട് യൂസ് ചെയ്തിരിക്കുന്നതൊക്കെ ഹീറ്റ് ഇറേസബിൾ പെന്നാണ് കേട്ടോ. അപ്പോൾ അത് വെച്ചിട്ടാകുമ്പോഴത്തേക്കും നമുക്ക് വർക്ക് ചെയ്ത ശേഷം ജസ്റ്റ് ഒന്ന് അയൺ ചെയ്യുകയോ അല്ലെങ്കിൽ ഹെയർ ഡ്രയർ വെച്ചിട്ട് ജസ്റ്റ് ഹീറ്റ് കൊടുക്കുകയോ ചെയ്താൽ അതങ്ങ് പോകുന്നതാണ്. ഇനി നമുക്ക് ഈ ഒരു ക്ലിപ്പ് സ്റ്റോണിന് ചുറ്റുമായിട്ട് ഒരു റോ കട്ട് ബീഡും കൂടി ഒന്ന് സ്റ്റിച്ച് ചെയ്യുവാണ്. ഇനി 2 കട്ട് ബീഡ് ഒരു സീക്വൻസ് വെച്ചിട്ട് നമുക്ക് ഈ റൗണ്ട് ഒന്ന് ഫില്ല് ചെയ്തെടുക്കണം. അപ്പോൾ ആദ്യം ഒരു ലോക്ക് സ്റ്റിച്ച് ചെയ്തിട്ട് വേണം ഇതുപോലെ ചെയ്തെടുക്കാനായിട്ട്. ഇൻസൈഡിലേക്ക് ഞാൻ സീക്വൻസും കട്ട് ബീഡും കൂടെ ഈ ഒരു രീതിയിൽ സ്റ്റിച്ച് ചെയ്യുകയാണ്. കണ്ടിന്യൂസ് ആയിട്ടാണ് സ്റ്റിച്ച് ചെയ്ത് പോരുന്നത്. ഇനി ഈ ലൈനിലൂടെ കട്ട് ബീഡ് ഒരു റോ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ്. ഓരോരോ കട്ട് ബീഡായിട്ടാണ് ഇവിടെ സ്റ്റിച്ച് ചെയ്ത് പോരുന്നത്. ഇനി ഇവിടെ ലീഫ് ഒന്ന് വരച്ചു കൊടുക്കുകയാണ്. ഒരു 3 ലീഫ് ഞാൻ ഇങ്ങനെ വരച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഒരു 3 അല്ലെങ്കിൽ 4 കട്ട് ബീഡ് ഇതുപോലെ ചെരിച്ച് വെച്ചിട്ട് അവിടെ ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഓരോ പ്രാവശ്യവും നമ്മൾ ഒരു ലോങ് സ്റ്റിച്ച് ഒരു ഷോർട്ട് സ്റ്റിച്ച് ആ ഒരു രീതിയിലാണ് സ്റ്റിച്ച് ചെയ്യുന്നത്. ഇനി ആ വർക്ക് ചെയ്ത പോർഷൻ നമ്മൾ ഫ്രെയിമിൽ നിന്ന് റിമൂവ് ചെയ്തെടുക്കുവാണ്. ഇനി നമുക്ക് ബാക്കി പോർഷൻ വർക്ക് ചെയ്യാനായിട്ട് ഇതുപോലെ ക്ലോത്ത് ഒന്ന് വലിച്ചു കൊടുത്തിട്ട് റിംഗ് ഫ്രെയിം ഉണ്ടല്ലോ, അതിൻ്റെ സ്ക്രൂ ഉള്ള പോർഷനിൽ സ്ക്രൂ നന്നായിട്ടൊന്ന് ലൂസ് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് ആ ബീഡ് വന്ന ആ ഭാഗം ഉണ്ടല്ലോ, അവിടെ വേണം നമ്മൾ ആദ്യമേ റിങ് വെച്ച് കൊടുക്കാനായിട്ട്. ഇതുപോലെ വെച്ച് കൊടുക്കുക. വെച്ച് കൊടുത്തിട്ട് ഇതുപോലെ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം. ഒത്തിരി ഫോഴ്സിലല്ല, ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്താൽ മതി. എന്നിട്ട് ഈ റിങ് ഒന്ന് നമുക്ക് ടൈറ്റ് ചെയ്ത് കൊടുക്കണം. ഒത്തിരി പിടിച്ച് വലിക്കാൻ പാടില്ല, ചെറുതായിട്ടൊന്ന് വലിക്കുക. എന്നിട്ട് സ്ക്രൂ ഒന്ന് ടൈറ്റ് ചെയ്യുക. വീണ്ടും
വലിക്കുക. അങ്ങനെ വേണം ചെയ്യാനായിട്ട്. ആ ബീഡ് വർക്കുള്ള ഭാഗത്തേക്ക് ഒത്തിരി ഒന്നും പിടിച്ച് വലിക്കല്ല്. വലിച്ചു കഴിഞ്ഞാൽ നമ്മൾ വർക്ക് ചെയ്ത ആ ബീഡ്സ് പൊട്ടിപ്പോവും. അപ്പോൾ അങ്ങനെയൊക്കെ വരാതെ കെയർഫുള്ളായിട്ട് തന്നെ ഇങ്ങനെ വലിച്ചു കൊടുക്കണം. പിന്നെ ഇതുപോലെ ദുപ്പട്ട വർക്ക് ചെയ്യാനായിട്ട് അത്യാവശ്യം നല്ല കോസ്റ്റ്ലിയാണ് കേട്ടോ. കാരണം ഇത് നമുക്ക് സെറ്റ് ചെയ്യാനും അതുപോലെ തന്നെ വർക്ക് ചെയ്യാനും കുറച്ച് പാടാണ്. സാധാരണ ഒരു ഭാഗത്ത് നമ്മൾ വർക്ക് ചെയ്യുന്നതിന് 500 വെച്ചിട്ടാണ് കേട്ടോ ചാർജ് ചെയ്യുന്നത്. അങ്ങനെയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത്. ഇതിന് കുറച്ച് സമയം വേണം നമുക്ക് ഈ വർക്ക് ചെയ്യാനായിട്ട്. ഞാൻ ഈ ദുപ്പട്ടയുടെ 4 വശത്തും വർക്ക് ചെയ്തിട്ടുണ്ട്. ഇടയ്ക്കൊരു ഫ്ലവറും ലീഫും വരുന്ന ഡിസൈൻ വരുന്നുണ്ട്. പിന്നെ വേറൊരു ലീഫിൻ്റെ ഡിസൈനും വരുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് അതിൻ്റെ ഡിസൈൻസ് വരുന്നത്. പിന്നെ ഇത് ഫിനിഷ് ചെയ്യാനായിട്ട് ഇവിടുന്ന് നമ്മളൊരു 1 ഇഞ്ച് വിട്ട് കട്ട് ചെയ്യണം. കട്ട് ചെയ്തിട്ട് ഇത് മടക്കി അടിക്കുക കേട്ടോ ചെയ്യുന്നത്. മടക്കി അടിക്കുമ്പോൾ അത് ഫിനിഷായിട്ട് വരുന്നതാണ്. അപ്പോൾ എല്ലാവരും ഡിസൈൻ ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ കാണാം. ബൈ.